എൻ്റെ പേര് നാരായണൻ നായർ. ഞാൻ 1980 കേരള ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റിയിൽ ഫീൽഡ് ഓഫീസറായിട്ട് ജോലി നോക്കി. 2000 ആണ്ടായപ്പോൾ അത് ക്ലോസ് ആയി. സിനിമ എല്ലാവരും ചേട്ടൻ എങ്ങനെ സിനിമയിലോട്ട് ചേട്ടൻ വരാനുള്ള ഒരു കാരണം? വരാനായിട്ട് ഇങ്ങനെ ഒരു പിന്നെ ഇത് വന്നു, ഇങ്ങനെ ഒരു വേക്കൻസി വന്നു. ആദ്യം ഞാൻ കോഴിക്കോട് യൂണിറ്റിലാണ്, കൊയിലാണ്ടി കേരള ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റി. അപ്പൊ അതിലാണ് ആദ്യം ഞാൻ വർക്ക് ചെയ്തത്, കേരള ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റി. അതില് ഒരു വേക്കൻസി വന്ന് അങ്ങനെ പോയതാണ്. പിന്നെ 2000 ആണ്ടൊക്കെ ആയപ്പോ അത് പോയി, ക്ലോസ് ആയി. പിന്നെ സിനിമയോടുള്ള ഒരു താല്പര്യം കൊണ്ട് തന്നെയാണ് ചേട്ടൻ ഇതിലോട്ട് വന്നത്. ഇതിനോടുള്ള താല്പര്യം മാത്രമല്ല, ജീവിക്കണ്ടേ. ഒരു തൊഴിൽ കിട്ടാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് ഇതിലോട്ടൊന്ന് കയറി. ഏറ്റവും മലയാള സിനിമകളാണ് കൂടുതലും ചേട്ടൻ കളിച്ചിട്ടുള്ളത്. ആദ്യം വരുന്നത് കുട്ടികളുടെ ഫിലിം. കുട്ടികൾ സ്കൂളുകളിലാണല്ലോ ഫിലിം കാണിക്കുന്നത്. അപ്പൊ കുട്ടികളുടെ പടം, കാടിന്റെ മക്കൾ, വിടരുന്ന മുട്ടുകൾ, ഇങ്ങനെയുള്ള ഫിലിമുകളാണ് കാണിച്ചോണ്ടിരുന്നത്. എല്ലാം 16mm എല്ലാം 16mm. ഇങ്ങനെ അത് അന്ന് ഞാൻ 5000 ഡെപ്പോസിറ്റ് ചെയ്ത് കയറിയതാണ്. 1980 5000 രൂപ ഡെപ്പോസിറ്റ്, അന്നത്തെ 5000 ഡെപ്പോസിറ്റ് ചെയ്ത് കയറിയതാണ്. അന്ന് ശമ്പളം 450 രൂപ ഒരു മാസം. 450 രൂപ ഒരു മാസം. അതെ, ശരിയാണ് തന്നെയാണ്. അതെ, ഞാൻ ഫോട്ടോഫോൺ സൂപ്പർ ലൈറ്റ്. അതെ അതാണ്. വേറെ ഏതൊക്കെ പ്രൊജക്ടറുകൾ യൂസ് ചെയ്തിട്ടുണ്ട്? വേറെ ഡീലക്സ് അറിയാം. ഡീലക്സ് അറിയാം. പിന്നെ കെൽട്രോൺ പ്രൊജക്ടർ ഉണ്ടല്ലോ, അതിലൊക്കെ വർക്ക് അറിയാം, വർക്ക് ചെയ്തിട്ടുണ്ട്. കെൽട്രോൺ പ്രൊജക്ടർ അങ്ങനെയൊക്കെ. ഇപ്പോഴും സിനിമ തിയേറ്ററുകളിൽ, സ്കൂളുകളിൽ അധികം ഇപ്പൊ പഴയതുപോലെ ഇല്ല. എന്നാലും പഴയതുപോലെ ഇല്ല. ഈ കോവിഡൊക്കെ വരുന്നതിന് മുമ്പാണ് കൂടുതൽ കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ഇരുന്നില്ല. ഇപ്പൊ ഒന്നാമത് ഗവൺമെന്റ് സ്കൂളിൽ കുട്ടികൾ കുറവാണ്. 10, 20, 30 പിള്ളേരേ ഉള്ളൂ. പിന്നെ പ്രൈവറ്റ് സ്കൂളിൽ ഇത് എടുക്കൂലല്ലോ. അപ്പൊ അങ്ങനെ ഇപ്പൊ ഞാൻ കുറച്ച് വളരെ ചുരുക്കേ പോകുന്നുള്ളൂ. ചേട്ടാ എത്ര വർഷമായി ഈ ഫീൽഡിൽ വന്നിട്ട്? ഇപ്പൊ ഞാൻ 1980 മുതൽ ഒരു 20-30 വർഷം വർക്ക് ചെയ്തു. 30 വർഷമായിട്ട് ഓപ്പറേറ്റർ. അതെ തന്നെ. അതില് ചേട്ടന്റെ ജോലി സാറ്റിസ്ഫാക്ഷൻ ആണ്, ജോലിയിൽ സംതൃപ്തി ഉണ്ട്? ജോലിയിൽ ഉണ്ടായിരുന്നു. ഒരുപാട് പടങ്ങൾ കളിച്ചിട്ടുണ്ടല്ലോ. പ്രേം നസീറിന്റെ ഈ രമണ എന്നുള്ള പടം, പിക്നിക്, അങ്ങനെയുള്ള കാര്യനിസാരം, അതൊക്കെ ഓട്ടിച്ചിട്ടുണ്ട്. സ്കൂളുകളിലൊക്കെ നടത്തിയിട്ടുണ്ട്. സ്കൂളുകൾ മാത്രമല്ല, ക്ഷേത്രങ്ങൾ? അല്ലല്ല, അന്ന് അമ്പലങ്ങളിലൊക്കെ നടത്തും. അമ്പലങ്ങള്, പിന്നെ ഈ ഫിലിം ക്ലബ് ഉണ്ടല്ലോ, ഫിലിം ക്ലബ്. പിന്നെ ഈ സ്കൂളൊക്കെ അടയ്ക്കുന്ന സമയമേ ഒരു സ്കൂളൊക്കെ അറേഞ്ച് ചെയ്ത് അവര്, പണ്ട് തിയേറ്ററിലില്ലല്ലോ, TV വീഡിയോ ഒന്നും ഇല്ലല്ലോ, ഇപ്പോഴല്ലേ വന്നത്. ആ സമയത്ത് വർക്ക് കൂടുതലുണ്ടായിരുന്നു. ഇപ്പോഴാണ് ഒന്നും ഇല്ലാത്തത്. പിന്നെ ഇത് ഈ ജോലിപരമായിട്ട് നോക്കുമ്പോഴും ഒരു സംതൃപ്തി ഉണ്ട്. മോഹൻലാൽ, മമ്മൂട്ടിയുടെ അതൊക്കെ ഇവിടെ നടത്തിയിട്ടുണ്ട്. മോഹൻലാലിന്റെ പടം, ചിത്രം, ഇങ്ങനെയുള്ള പടം നടത്തിയിട്ടുണ്ട്. ചിത്രം എല്ലാം പ്രിന്റ് വാങ്ങിയിട്ടാണ് കളിക്കുന്നത്, റെന്റ് എടുത്തിട്ടാണ്? ഇല്ല, റെന്റിനും എടുക്കും, വിലയ്ക്കും എടുത്ത് നടത്തിയിട്ടുണ്ട്. പുതുതായിട്ട് വിലയ്ക്ക് എടുത്ത ഏതെങ്കിലും പടം ഉണ്ടായിരുന്നു ആ സമയത്ത്? സ്കൂളുകളിൽ നടത്താൻ മുമ്പ് വിലയ്ക്ക് വാങ്ങിയ പടം, റൈറ്റ്സ് ഉൾപ്പെടെ. അതെ, പൂമ്പാറ്റ എന്നുള്ള സിനിമകൾ, പൂമ്പാറ്റ. അതെ, ഈ മാധവിക്കുട്ടി, കമലഹാസൻ ചെയർമാനായ സമയത്ത്, ആ സമയത്ത് പൂമ്പാറ്റ എടുത്തിട്ടുണ്ട്. ഓർമ്മയില്ല. എങ്കിലും ഭയങ്കര എക്സ്പെൻസീവ് ആണല്ലേ? അതെ. പ്രൊജക്ടർ ആദ്യമായിട്ട് വാങ്ങിയ പ്രൊജക്ടർ ഏതാണ്? സ്വന്തമായിട്ട് വാങ്ങിയത്? സ്വന്തമായിട്ട് എടുത്തത് ഫോട്ടോഫോൺ സൂപ്പർ ലൈറ്റ് ആണ് വാങ്ങിയത്. അന്നത്തെ വില 2000-3000 രൂപ കൊടുത്താൽ മതി. അതൊക്കെ കിട്ടും. പിന്നെ 5 രൂപ, 5000 രൂപ. അതെ. ഇപ്പൊ ചേട്ടാ ഇപ്പോഴും കറന്റ് സിനിമ ഓടിക്കുകയാണ്? ഉണ്ട്. അമ്പലങ്ങളിലൊക്കെ വേണേൽ നടത്താം. അമ്പലങ്ങളിൽ, പള്ളികൾ, അവിടെയൊക്കെ നടത്തും. ചേട്ടൻ ഓക്കെ. അപ്പൊ എന്തായാലും ശരി.